കാസർഗോഡ് ബദിയടുക്കയിൽ മോഷണ കേസ് ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. അടയ്ക്കാമോഷണം അന്വേഷിക്കാൻ എത്തിയ പോലീസാണ് ഏത്തടുക്ക സ്വദേശി അജിത് കുമാറിനെ മർദ്ദിച്ചത്. യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജൂലൈ 2-ന് ഏത്തടുക്കയിലെ ഇബ്രാഹിമിന്റെ ഗോഡൌണിൽ നിന്ന് ഉരിച്ച 215 കിലോ അടക്ക മോഷണം പോയിരുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഡ്രൈവറായ ഏത്തടുക്ക ആനേപ്പള്ളിയിലെ അജിത് കുമാറിനെ ബുധനാഴ്ച രാത്രി 7 മണിയോടെ പോലീസ് വീട്ടിലെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ കണ്ടത് അജിത്തിന്റെ ദൃശ്യങ്ങളാണെന്ന് കരുതിയായിരുന്നു പോലീസ് നീക്കം. കാറിൽ കയറി ഉടൻ പോലീസ് അടക്കം മോഷ്ടിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അജിത്ത് നിഷേധിച്ചു. ഇതിനിടെ കുറ്റമേറ്റെടുക്കാൻ ആവശ്യപ്പെട്ട പോലീസ് മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. കാറിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചെന്നും കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ലെന്നും അജിത് കുമാർ പറയുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയിൽ തന്നെ ഉള്ളിൽ ഇരുന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർ എന്നെ കുറേ ഫോഴ്സ് ആക്കിയിട്ട് നീ സമ്മതിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് നീ എല്ലാം എടുത്തതെന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഫോഴ്സ് ആക്കുമായിരുന്നു. ആ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്നെ കവളത്തെല്ലാം അടിച്ചിന്, ഷോൾഡർ പിടിച്ചിട്ടെല്ലാം അടിച്ചിന്. അവർ വീട്ടിൽ നിന്ന് തന്നെ അവർ അടിച്ചിട്ടേ കൊണ്ടുപോയത്, ഷോൾഡർ പിടിച്ചിട്ട് അടിച്ചിട്ടേ കൊണ്ടുപോയത്. സ്റ്റേഷനിലെത്തിച്ച വസ്ത്രങ്ങൾ അഴിച്ച പോലീസ് പരിശോധിച്ചു. പെപ്പർ സ്പ്രേ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. സ്റ്റേഷനിലെത്തിയിട്ടും പിന്നെ അവർ സ്റ്റേഷൻ്റെ ഉള്ളിൽ സൈഡ് റൂമിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെക്കാക്കി. ഒരു CCTV ഫുട്ടേജിൽ എന്നെ പോലെ മാച്ച് ആകുന്നുണ്ടോ എന്ന് ഒരാൾ കണ്ടതുകൊണ്ട് അവരെന്നെ പിടിച്ചിട്ട് എൻക്വയറി ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷർട്ട് ഊറാൻ പറഞ്ഞു, പാൻറ് ഊറാൻ പറഞ്ഞു. ഇങ്ങനെ ഞാനെല്ലാം കാണിക്കുമ്പോൾ അവർ പറഞ്ഞു എല്ലാം നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ, മാച്ച് ആയിനല്ലോ, നീ സമ്മതിച്ചാൽ നിന്നെ കോംപ്രമൈസ് ആക്കിയിട്ട് ഇടുന്നതിനെ നമ്മൾ വിടാം എന്നെല്ലാം അവർ എന്നോട് ഇത് പറഞ്ഞു, ഫോഴ്സാക്കി ഭയങ്കര. പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. 3 മണിക്കൂറിന് ശേഷം മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കാതായതോടെ രാത്രി 10 മണിയോടെ പോലീസ് സംഘം അജിത്തിനെ വീട്ടിലെത്തിച്ചു. കാസർഗോഡ് ചെങ്കളയിലെ EK നായനാർ ആശുപത്രിയിൽ അജിത്ത് ചികിത്സ തേടി. എന്നാൽ യുവാവിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ബദിയടുക്ക പോലീസിന്റെ വിശദീകരണം. അതേസമയം അടക്കമോഷണ കേസിൽ യഥാർത്ഥ പ്രതികളായ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.